വന്ന് പറഞ്ഞു. ഒരു ദിവസം ഞാൻ ടാർഗറ്റ് ചെയ്തപ്പോൾ അനുമോൾ പറഞ്ഞു, ചേച്ചി എന്തിനാ എന്നെ ചേച്ചി ടാർഗറ്റ് ചെയ്യുന്നത്, ഞാൻ ചേച്ചിക്ക് ഒരു ശല്യം ഉണ്ടാകും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ശാരികയ്ക്ക് ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? അതായത് ഒന്നും അങ്ങോട്ടങ്ങ് കണക്ട് ആകുന്നില്ലല്ലോ എൻ്റെ ശാരികയെ. ശാരിക പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൗൺസിലറെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വേറെ ഒന്നുമല്ല, എന്തൊക്കെയോ പരസ്പര വിരുദ്ധമായിട്ടാണ് അവർ ഇൻ്റർവ്യൂവിലൊക്കെ സംസാരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതായത് ബിഗ് ബോസ് കഴിഞ്ഞു, അതിനോടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോഴാണ് ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറും അതുപോലെ തന്നെ ഷാനവാസും പിന്നെന്ന് പറഞ്ഞാൽ അനീഷും പിന്നെ അതുപോലെ അനുമോളും ഇവരെല്ലാവരും കണ്ടുമുട്ടിയിരിക്കുന്നു. അവരെല്ലാം തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊന്നും അങ്ങനെ 2 കൊല്ലൊന്നും കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. ഏതായാലും ഇറങ്ങി വന്നതിന് ശേഷം എല്ലാവരും നോർമലായിട്ട് പോവുകയാണ്. ഇപ്പോഴേ ആ സമയത്താണ് ഇപ്പോൾ ശാരിക ഭയങ്കരമായിട്ട് അങ്ങ് ഇന്റർവ്യൂ കൊടുക്കുന്നത്. ആ ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതാണ് ഞാൻ പറയുന്നത്, ഒന്നും അങ്ങോട്ട് കണക്ട് ആകുന്നില്ലല്ലോ എൻ്റെ കുഞ്ഞേ. എന്തായാലും എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. മനസ്സിലാക്കാനേ പറ്റില്ല. അനുമോള് ഒരു എന്താ പറയാ, ജീവിക്കുന്നതും നടക്കുന്നതും ശ്വസിക്കുന്നതും എല്ലാം ഒരു അഭിനേത്രി ആയിട്ടാണെന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. ഞാൻ ആദ്യമേ അനുമോളുമായിട്ട് അകലം പാലിച്ചത് അതുകൊണ്ട് തന്നെയാണ്. അനുമോളുടെ ജീവിതകഥയൊക്കെ അനുമോൾ എന്നോട് വന്ന് പറഞ്ഞു. ഒരു ദിവസം ഞാൻ ടാർഗറ്റ് ചെയ്തപ്പോൾ അനുമോൾ പറഞ്ഞു, ചേച്ചി എന്തിനാ എന്നെ ചേച്ചി ടാർഗറ്റ് ചെയ്യുന്നത്, ഞാൻ ചേച്ചിക്ക് ഒരു ശല്യം ഉണ്ടാക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ല, നിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് അങ്ങോട്ട് തീരെ പിടിക്കുന്നില്ല. കാരണം ഞാൻ അഭിനയിച്ചിരിക്കുന്ന മുഖം കാണുമ്പോൾ നമുക്കിവിടെ തീരെ പിടിക്കത്തില്ലല്ലോ. നമ്മൾ ഫേക്ക് ആവാൻ എത്ര നേരം നമുക്ക് പറ്റും. അതിന് ഞാൻ അനുമോൾ ഒരു പക്ഷെ അതായിരിക്കും ഒരു ജയിക്കാൻ കാര്യം. 100 ഡേയ്സും ഫേക്ക് കളിച്ച് അഭിനയിക്കാനുള്ള അവരുടെ വിൽ പവർ അതിന് ചിലപ്പോൾ കൊടുത്ത കപ്പായിരിക്കും. ആയിക്കോട്ടെ, ഇനി എന്തോ ആയിക്കോട്ടെ, കപ്പും കൊണ്ടുപോയി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരവരുടെ പ്രശ്നത്തിലേക്കും പോയി. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇനിയും പുറകെ നടക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ നമ്മുടെ ശാരിക പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ എന്തിനാണ് ഈ ചേച്ചിയെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന്. എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ പിന്നെ ശാരികയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഔട്ടായ ഒരു ആളാണ്. അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഒന്നും പറയാനും കഴിഞ്ഞിട്ടില്ല. അതുപോലെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ശാരികയൊക്കെ അവിടെ ഭയങ്കരമായിട്ട് അങ്ങ് തിളങ്ങും, അല്ലെങ്കിൽ അവിടെ എന്തോ മല മറിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം തന്നെ നനഞ്ഞ ഈ പിന്നെ എന്താണ് വെള്ളത്തിലിട്ട ഇതുണ്ടാവില്ല, പടകുണ്ട്, അതുപോലെയാണ് അർജീറ്റി പോയി എല്ലാം. ഇവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് പോയി കഴിഞ്ഞത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവിടുന്ന് പെട്ടെന്ന് ഔട്ടാവുകയും ചെയ്തു. ഔട്ടായി കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ പുറത്ത് വന്നിട്ട് ശാരിക എന്താ പറഞ്ഞതെന്നറിയാം, എനിക്കൊരു ചാൻസ് കൂടി തരണം ബിഗ് ബോസ്, എനിക്കൊരു ചാൻസ് കൂടി തരണം. അങ്ങനെ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഇന്റർവ്യൂകളിലും പോയിട്ട് എനിക്ക് അത് ചെയ്യാൻ കഴിയും, ഇത് ചെയ്യാൻ കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം എന്താ, പുറത്ത് വന്നപ്പോഴാണ് ശരിക്കും കളി അങ്ങ് മനസ്സിലാകുന്നത്. അയ്യോ, ഇതായിരുന്നോ ചെയ്യേണ്ടത്, ഞാൻ ചെയ്തത് റോങ് ആയി പോയോ എന്നുള്ള തരത്തിലൊരു ചിന്ത ശാരികക്ക് വന്നു. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ശാരികക്ക് നല്ല രീതിയിലുള്ള കണ്ണുകടിയുണ്ട്, ഭയങ്കരമായിട്ടുള്ള അസൂയയും കണ്ണുകടിയുണ്ട്. കാരണം ഒന്നാമത് അവിടെ നിന്ന് പ്രതീക്ഷിച്ചത്ര വരുമാനം കിട്ടിയില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പേരാണെങ്കിലും മൊത്തം പോവുകയും ചെയ്തു. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുമോളക്ക് കപ്പ് കിട്ടിയതിൻ്റെ ദേഷ്യം വേറെ. പിന്നെ അത് മാത്രവുമല്ല, ഈ പിന്നെ എന്തോ പറയുന്നുണ്ട്, എന്നെ അവിടെ എന്തോ ഈ എന്നാ ട്രാൻസ്ജെൻഡർ ആക്കാൻ നോക്കിയെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടൊരു ഇതൊരു കോപ്രായം കണ്ടിരി. ഒരു കാര്യം ഞാൻ പറയാം, ഈ ശാരിക തന്നെ അവിടുന്ന് ഒരു ഡയലോഗ് ഇളക്കിയിരുന്നു. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട് എന്നറിയില്ല. അതായത് ശാരിക പറഞ്ഞൊരു കാര്യമുണ്ട്, അനുമോള് എന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ പോലും, എന്നെ ടച്ച് ചെയ്യുമ്പോൾ പോലും എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നു എന്നുള്ള തരത്തിൽ. അത് എന്തിനാണ് പറഞ്ഞത് എന്ന് നമുക്കാർക്കും അറിയില്ല, അത് എന്തുദ്ദേശത്തിലാണ് പറഞ്ഞത് എന്ന്. പണ്ടൊരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രീതുവും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ റസ്മിൻ അവർ രണ്ടും കൂടി എന്തോ അവസാന നിമിഷം എന്തോ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പോയിനി. അത് അനാവശ്യമായിരുന്നെന്ന് പിന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതായത് ഒരാവശ്യവും ഇല്ലാതെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പുറകെ നടന്നിട്ട് ഇങ്ങനെ, എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരികയാണ്. ശാരികയ്ക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാക്സാമർത്ഥ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനി അഭിനയിച്ചിട്ടായാലും ഇനി പൈസ കൊടുത്തിട്ടായാലും അവർ തന്നെ പറയുന്നുണ്ട് പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അനുമോള് തന്നെ പറയുന്നുണ്ട്, പറയാണ്ടൊന്നും നിൽക്കുന്നില്ല. അവരവരുടെ കപ്പം കൊണ്ട് പോയിക്കോട്ടെ. അതാണ് ഞാൻ ആലോചിക്കുക, പൊയ്ക്കോട്ടെ. ഇനിയിപ്പോൾ എന്താ തിരിച്ചു വാങ്ങിക്കാൻ കഴിയോ? ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതെപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു 2-3 മാസം ഇതിങ്ങനെ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ അതും അങ്ങ് അടങ്ങും, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വൈരാഗ്യവും കാര്യങ്ങളൊക്കെ കെട്ടടങ്ങാൻ തുടങ്ങി. എത്രയാ ഇങ്ങനെ വൈരാഗ്യവും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ശാരികയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ശാരിക ഭയങ്കര അസ്വസ്ഥതയാണ്. ശാരികയ്ക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര പ്രശ്നങ്ങളിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ ചില ഇത് കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റുകൾ കണ്ടു. അതിൻ്റെ അകത്ത് അനുമോളോട് പറയുന്നത് ഇതാണ്, ഈ ശാരിക വിളിച്ചു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിന് പോകാൻ പാടില്ല
ശാരിക വിളിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പോകരുത്, ശാരിക അത്രത്തോളം കട്ടപ്പയാണ്, വിഷമാണ് എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഏതായാലും ഞാനൊരു കാര്യം പറയുകയാണ്, എല്ലാവരോടും പറയുന്നു, ഇനി നിങ്ങൾ ഈ മനസ്സിൽ ഈ വെറുപ്പും കാര്യങ്ങളൊന്നും വെച്ചിരിക്കാതെ നിങ്ങളുടേതായ ജോലിക്ക് പോയിക്കോളൂ. അതായത് നിങ്ങളുടെ മേഖല ഏതാണ്? സീരിയൽ മേഖലയാണോ, ഇനി ഉദ്ഘാടനമാണോ, ഇനി വേറെ എന്തെങ്കിലുമാണോ, അങ്ങനെ പോയിക്കോളൂ. ഈ ശാരിക ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്നൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, എന്നാൽ ഇവിടെ വന്നിട്ട് കുറച്ച് ഹേറ്റ് സ്പ്രെഡ് ചെയ്യാം എന്നാണ് ശാരിക വിചാരിക്കുന്നത്. പക്ഷേ അത് അവർക്ക് തന്നെ എത്രത്തോളം വിനയായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നറിയോ? അവർക്ക് തന്നെ ഒരുപാട് നെഗറ്റീവാണ് വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് പല അഭ്യാസങ്ങളും ഇവിടുന്ന് കാണിച്ചവരാണ്. ഇവിടെ ഓരോ ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ്, ഓരോരോ ആൾക്കാരുടെ ചോദ്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരൊക്കെ എന്തൊക്കെ കോപ്രായങ്ങളെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ജനങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ഢിവേഷം കെട്ടിക്കൊല ചെയ്തത്. ഈ ബിഗ് ബോസ് പോയപ്പോൾ എല്ലാം തുറന്നു പറഞ്ഞു, ഈ ജനങ്ങളെ മുഴുവൻ ബിഗ് ബോസ് വിഡ്ഢിവേഷം കെട്ടിക്കുകയാണ്, ഞാനും രേണുവും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പൈസക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. അതായത് ഇവർ രണ്ടും പേരും തമ്മിലുള്ള ഭയങ്കര അടിയുണ്ടായിരുന്നു ഇവിടെ പുറത്ത്. അതായത് ഈ എന്തോ ഹോട്ട് സീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പം അത് തകർന്ന് തരിപ്പണമായി പോയി. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ രഹസ്യങ്ങളെല്ലാം പുറത്തു വിട്ടു ഒരാവേശത്തിൽ. ഈ ശാരിക പറയുകയും ചെയ്തു, ഞാൻ പറഞ്ഞൊക്കെ നുണയാണ്, ഞാൻ പറഞ്ഞൊന്നും നമ്മൾ ചെയ്തതൊന്നും ശരിയല്ല, നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അതായത് ഈ ഇൻ്റർവ്യൂ ഇങ്ങനെ വേണമെന്ന് പ്രൊഡ്യൂസർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ ചെയ്യുന്നതാണ്, അല്ലാതെ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുകയും ചെയ്തു കൃത്യമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ശാരിക കൃത്യമായിട്ട് പോയിട്ട് ഒരു നല്ലൊരു കൗൺസിലറൊക്കെ പോകണം. എന്നിട്ടൊന്ന് എന്താ പറയണ്ടത്, പഴയ ജോലി തുടരട്ടെ. ഇനി നിങ്ങളുടെ ഹോട്ട് സീറ്റ് ആരും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ജോലിയുണ്ട്? നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്യാലോ, അല്ലെങ്കിൽ വേറെ ബിഗ് ബോസിനെ പറ്റിയിട്ട് തന്നെ എന്തെങ്കിലും ചെയ്യാലോ. അല്ലാതെ ഇവരെയൊക്കെ ഇങ്ങനെ എന്താ പറയണ്ടത് കൂടെ നടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എവിടം വരെ പോകും? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു വാക്കാണ്, എനിക്കൊരു മകനുണ്ട്, എനിക്കൊരു മകനെ നല്ല രീതിയിൽ വളർത്തണ്ടേ. അപ്പം അതിനുള്ളത് നോക്കുക. ഇപ്പം ബിഗ് ബോസ് പോയി തേഞ്ഞൊട്ടി അവിടെ ഒന്നും ആയിട്ടുമില്ല, അവിടെ നിന്നൊന്നും കിട്ടിയിട്ടുമില്ല. ശരിയാണ്, ആ അസൂയയും കുശുമ്പും എല്ലാം നമ്മുടെ മുകളിൽ ഉണ്ടാകും, നമുക്കുണ്ടാകും. എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറഞ്ഞ പോലെ അനുമോള് കപ്പം കൊണ്ടുപോയി, പൈസയും കൊണ്ടുപോയി, അതുകൊണ്ട് അവർക്ക് ദേഷ്യം ഉണ്ടാകും. ഇവിടെ ഒരുപാട് പേര് ഈ ശരിക്ക് പുറത്ത് വന്ന് കഴിഞ്ഞപ്പോഴാണ് കളീൻ്റെ ഗതിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അത് ബിഗ് ബോസ് ആണ്. ബിഗ് ബോസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ നിൽക്കണം, ഏതുവരെ നിൽക്കണം, ഏതുപോലെ നിൽക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളാണ്. അവിടെ അല്ലാതെ നമ്മൾ വലിയ ഹോട്ട് സ്റ്റാറാണ്, ഹോട്ട് സീറ്റിൽ പോയിട്ട് ഇരിക്കുന്നവരാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതായത് ആൾക്കാർ ഓടിക്കും. അതന്നെ ശാരികക്കും ഉണ്ടായത്. ശാരിക വിചാരിച്ചെന്താ വെച്ചാൽ എൻ്റെ ഹോട്ട് സ്റ്റാറും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറയാലോ, വളരെ ബോറാണെന്ന് ഞാൻ പറയുള്ളൂ. ഈ ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന പരിപാടി തന്നെ ബോറാണ്. നിങ്ങൾ പിന്നീട് പറയുകയും ചെയ്തല്ലോ, ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെരുന്നാളുമായിട്ട്, അതായത് ഇപ്പോൾ രേണു ആണെങ്കിൽ ഇൻ്റർവ്യൂവിന് വരുന്നെങ്കിൽ രേണുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി കഴിയുന്നതാണ്. അതന്നെ നമ്മൾ പ്രൊഡ്യൂസറും പറയുന്നത് എന്നുള്ള തരത്തിൽ എല്ലാം പുറത്തു വിട്ടു. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് ഇനി ആ പരിപാടി ഒരാൾ കാണാൻ നിൽക്കൂല. അതുകൊണ്ട് എല്ലാ ജീവിത മാർഗവും എല്ലാം നശിച്ച സ്ഥിതിക്ക് ഇനി ഒരു കാര്യം ചെയ്യുക, വല്ല ഇൻ്റർവ്യൂയോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് ജീവിക്കുക. എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ കൊണ്ട് പറയിക്കുന്നത്? എന്തൊരു നെഗറ്റീവ് കമൻറ്റുകളാണ് വരുന്നത്. ഇതൊന്നും എനിക്ക് ബാധകമല്ല, അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാലും നിങ്ങളെ നല്ല രീതിയിൽ അത് ബാധിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എത്രത്തോളം അനുമോൾ ഇങ്ങനെ വെറുത്ത് അവസാനം അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടി കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ പൊന്നു മോളെ അടുത്ത പരിപാടി നോക്കിക്കോ. നന്ദി, നമസ്കാരം.